ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, ആയുസ്സില്ലാത്ത ലോകത്ത് നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും വിലയിരുത്തുന്നതും നല്ലതാണ്. ഇന്ന് പല മനുഷ്യരും ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ നന്മയെ കാണാൻ പോലും നമുക്ക് പ്രയാസമാണ്. എന്നാൽ മറ്റുള്ളവരുടെ തിന്മയെക്കുറിച്ച് ഏറെ കൊട്ടിയാഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഓർക്കുക, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ ഒരുപക്ഷേ ഇന്നലകളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ നന്മയെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളിലോ മറ്റുള്ളവരിലോ ഉണ്ടാകുന്ന നന്മയെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമുണ്ടാവില്ല എന്നുള്ളത് അതൊരു പ്രപഞ്ച സത്യമാണ്. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നന്മയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും, ചെയ്യുന്ന നന്മകൾ കൃത്യമാകുമ്പോഴും ആ വിശ്വാസാർപ്പണത്തോടുകൂടി മുന്നോട്ട് പോകുക. അവിടെയാണ് നമുക്ക് വിജയമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ, നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങൾ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ്. നമ്മൾ പണത്തിന് വേണ്ടി ഓടുമ്പോൾ ഓർക്കുക, നമ്മൾക്ക് ഏത് സമയവും ഈ ഭൂമിയിൽ നിന്ന് പോവേണ്ടവരാണ് എന്നുള്ള വിശ്വാസം നമ്മളിൽ ഉടലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. കാരണം അത്രമേൽ ആയുസ്സില്ലാത്ത ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോകുന്നു എന്നുള്ളത് തിരിച്ചറിയുക. ആ വിശ്വാസം നമ്മളിൽ ഉടലെടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി മാറുന്നത്. ആ വിശ്വാസത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഓർക്കുക, മറ്റുള്ളവരുടെ വേദനിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. ആ വേദനയുടെ നോവുകൾ നമ്മൾക്ക് നേരെ തിരിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, നന്മയുടെ